ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇപ്പോൾ ജനനായകൻ കണ്ട് തിരിച്ചു വന്നതാട്ടോ. ഇനീഷ്യലി അവർ ആ മൂവി ബ്ലോക്ക് ചെയ്ത് അത് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സീരിയസ്ലി മനസ്സിലായില്ല കേട്ടോ. ഐ വാസ് തിങ്കിങ് എന്ത് പൊളിറ്റിക്സ് ആയിരിക്കും, വാട്ട് ആർ ദി ട്രൈങ് ടു ഹൈഡ്, എന്തായിരിക്കും. യൂഷ്വലി അവർക്കൊരു സെൻട്രൽ ഒരു ഗോൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ മൂവീസ് ബ്ലോക്ക് ചെയ്യുന്നതിനും ആടുജീവിതം പോലത്തെ മൂവീസ് ഇഗ്നോർ ചെയ്തിട്ട് വേറെ ടൈപ്പ് മൂവീസിനൊക്കെ അവാർഡ് കൊടുക്കുന്നത് നമുക്ക് ഒബ്വിയസ് ആയിട്ട് മലയാളികൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പൃഥ്വിയുടെ അഭിനയം കൊള്ളില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ആടുജീവിതത്തിൽ. മൈ ഗോഡ്, ഐ ഡോണ്ട് നോ വാട്ട് യു വർ തിങ്കിങ്. ബട്ട് എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിക്കുന്നത് എന്തായിരിക്കും, വാട്ട് കുഡ് ബി ദാറ്റ് വൺ തിങ് ദാറ്റ് ജനനായകൻ ഹാസ് ദാറ്റ് അവരെന്തായിരിക്കും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. ആൻഡ് ഐ വെന്റ് ആൻഡ് വാച്ച്ഡ് മൂവി. ഫസ്റ്റ് ഹാഫിൽ ഐ വാസ് തിങ്കിങ് വൈ ഡിഡ് പീപ്പിൾ ബ്രിങ് ദർ ചിൽഡ്രൻ ഇൻ ടു ദിസ് തിങ് ബിക്കോസ് ദർ വാസ് ടു മച്ച് വയലൻസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ വാസ് ലൈക്കിങ് ഇറ്റ്. സോ ഫാർ ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. Second half started that whole thing, what politicians and what parties do and what currently one party is doing to our country. പിന്നെ അതും CJP പ്രൊട്ടസ്റ്റും എല്ലാം വെച്ചൊന്ന് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലായി. വാട്ട് ബ്രിട്ടീഷ് ഡിഡ് ടു അസ് അത് തന്നെയാണ് BJP നമ്മുടെ അടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഈ മൂവിയിൽ ക്ലിയർ ആയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാണിക്കുന്നുണ്ട് ഈ ടുവേർഡ്സ് ദി എൻഡ്. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഗോ വാച്ച് ദിസ് മൂവി. ആസ് എ വിജയ് ഫാൻ, CJP അല്ലെങ്കിൽ CJP പ്രൊട്ടസ്റ്റ് അല്ല, സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ മൂവി ഒന്ന് പോയി കാണണം. ബിക്കോസ് ഇതിൽ നമുക്ക് ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ലൈക്ക് നമ്മൾ എത്ര സ്ക്രീം ചെയ്ത ആൾക്കാരോട് പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല ദാറ്റ് ദിസ് പാർട്ടി ഈസ് ട്രൈങ് ടു ഡിവൈഡ് അസ് ബൈ യൂസിങ് റിലീജിയൻ, കാസ്റ്റ് അങ്ങനെ പറഞ്ഞ് നമ്മളെ ഡിവൈഡ് ചെയ്ത് നമ്മളെ തമ്മിൽ അടുപ്പിച്ച് അവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളും ഹൈഡ് ചെയ്യാണ്. ദേ ജസ്റ്റ് യൂസിങ് റിലീജിയൻ ആസ് എ ഫെസാഡ്. ഒരു ബ്ലൈൻഡ് ഫോൾഡ് നിങ്ങളുടെ മുമ്പിൽ കെട്ടിയിട്ട്, നിങ്ങളുടെ കണ്ണിൽ കെട്ടിയിട്ട് ദേ ആർ ഹൈഡിങ് ദി അട്രോസിറ്റീസ്. അത് നിങ്ങൾ ഈ മൂവി പോയി കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെന്താ സൊല്യൂഷൻ എന്നുള്ളത്. നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ് മില്ലേനിയൽസ്. അറ്റ്ലീസ്റ്റ് ജെൻസി ഹാഡ് ദ കറേജ് ടു ഗോ ടു ഡൽഹി ആൻഡ് പ്രൊട്ടസ്റ്റ് ഫോർ ദെയർ റൈറ്റ്സ്. നമ്മൾ മിണ്ടാണ്ടിരുന്നിട്ടുണ്ട്. വി സഫേർഡ് ഇൻ സൈലൻസ്. നമ്മുടെ ഓരോ പേ ചെക്കിൽ നിന്ന് ഇവർ കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ടാക്സ് ആയിക്കോട്ടെ, ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ, ദേ ആർ ടോർച്ചറിങ് അസ്. ദ വേ ദേ എത്തനോളം നമ്മുടെ മേത്ത് അടിച്ചേൽപ്പിച്ചതായിക്കോട്ടെ. ലൈക്ക് ഇൻ ഓൾ ദീസ് ആസ്പെക്ട്സ് സെൻറ്റർ ഈസ് ഹാമിങ് അസ്. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കുക. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് മൂവി ഹാസ് ദാറ്റ് ആൻസർ. സോ ഇഫ് നോട്ട് ഫോർ എനിത്തിങ് എൽസ്, ജസ്റ്റ് ഗോ വാച്ച് ദിസ് മൂവി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ആസ്പെക്ട്. പ്ലീസ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ജനനായകൻ ഇപ്പോൾ തിയേറ്ററിൽ റണ്ണിങ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.